എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തിൽ അമൃത് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സസ്യമാണ് ചിറ്റമൃത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമൃതിന് തുല്യമായ ഗുണങ്ങളാണ് ഇതിനുള്ളത്. പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയായ ചിറ്റമൃതിന്റെ ഇലയും തണ്ടും വേരുമെല്ലാം ഔഷധയോഗ്യമാണ്. പ്രധാനമായും ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചിറ്റമൃതിനേക്കാൾ മികച്ചൊരു സസ്യമില്ല. വിട്ടുമാറാത്ത പനി, സന്ധിവേദന, ചർമ്മരോഗങ്ങൾ, ദഹനപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ചിറ്റമൃത് ഒരു ഉത്തമ പരിഹാരമാണ്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും രക്തം ശുദ്ധീകരിക്കാനും ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുന്നു. പനികൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കുമെതിരെ പോരാടാൻ ചിറ്റമൃത് ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് വളരെ ഗുണകരമാണ്. ചിറ്റമൃത് ഉപയോഗിച്ചുള്ള ചില ഒറ്റമൂലികളെ പറ്റി നോക്കാം. ചിറ്റമൃതിന്റെ തണ്ട് ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ചിറ്റമൃതിന്റെ നീരിൽ അല്പം തേൻ ചേർത്ത് ദിവസവും 2 നേരം കഴിക്കുന്നത് ഡെങ്കു, മലേറിയ തുടങ്ങിയ പനികൾക്ക് ശേഷമുള്ള തളർച്ച മാറാൻ സഹായിക്കും. ചിറ്റമൃതിന്റെ തണ്ട് ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് സന്ധിവേദനയും വാദസംബന്ധമായ പ്രശ്നങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. ഇതിന്റെ നീര് വെറും വയറ്റിൽ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കും. 1/2 ഗ്രാം ചിറ്റമൃത് പൊടി അല്പം നെല്ലിക്ക നീരിൽ ചേർത്ത് കഴിക്കുന്നത് മലബന്ധം മാറാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. ചിറ്റമൃതിന്റെ ഇല അരച്ച് ചർമ്മത്തിൽ പുരട്ടുന്നത് ചൊറിച്ചിലും അലർജിയും മാറാൻ ഫലപ്രദമാണ്. ഇതിന്റെ നീര് പതിവായി കഴിക്കുന്നത് കരളിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. ചിറ്റമൃതിന്റെ തണ്ട് ചതച്ച് ഇഞ്ചി നീരിൽ ചേർത്ത് കഴിക്കുന്നത് ആസ്മയുടെ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ചിറ്റമൃത് ഉപയോഗിക്കുന്നത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും. ചിറ്റമൃതിന്റെ നീര് നെയ്യ് ചേർത്ത് കഴിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കും. ശരീരത്തിലെ അമിതമായ യൂറിക് ആസിഡ് കുറയ്ക്കാൻ ചിറ്റമൃത് കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. ചിറ്റമൃത് തുളസിയും കുരുമുളകും ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് ജലദോഷം പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കും.